जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ഗർഗമനി പ്രഭുവിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. അതിൽ പ്രഭുപാദ് ഗർഗമനി പ്രഭുവൊക്കെ ബംഗ്ലാദേശിൽ പോയിട്ട് തിരിച്ചു വന്ന സമയമാണ്. അപ്പോൾ ഒരു വട്ടം പ്രഭുപാദ് ഇങ്ങനെ ബംഗ്ലാദേശിലെ കാര്യങ്ങളൊക്കെ അന്ന് ചോദിക്കാൻ, പിന്നെ ഞാൻ ചോദിക്കാൻ, നീ റെസ്റ്റ് എടുക്കൂ, പിന്നെ ചോദിക്കാമെന്ന് പ്രഭുപാദ് പറഞ്ഞെങ്കിലും പിന്നെ ചോദിച്ചില്ല. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഭുപാദ് ബംഗ്ലാദേശിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഗർഗമനി പ്രഭുവിനോട് ചോദിച്ചത്. അപ്പോൾ അവിടെ യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് ഹിന്ദുക്കളെ വധിച്ചിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗർഗമനി പ്രഭു അതിനകത്ത് പറയുന്നുണ്ട്. പ്രഭുപാദിൻ്റെ ഫസ്റ്റ് ബംഗാളി ഭാഷയിൽ പ്രഭുപാദിൻ്റെ 2 ലേഖനം എഴുതിയൊരു പയ്യനുണ്ട്. ആ പയ്യനെ അവർ വധിച്ചു. പിന്നെ ഈ ഒരു ടെമ്പിളിൽ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജൻ്റെ ടെമ്പിളിൽ പ്രഭുപാദിൻ്റെ ഒരു ഫലകം ഉണ്ടാക്കിയൊരു ആളിനെ വധിച്ചു. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും കുറേ പേരെ അവർ വധിച്ചു. അപ്പം അതിനെക്കുറിച്ചൊക്കെ പ്രഭുപാദ് പറയും. പ്രഭുപാദ് അത് സംയമനത്തോടു കൂടിയാണ് കേട്ടത്. പ്രഭുപാദ് എന്നിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ആൾക്കാരൊരു ഫിറോഷ്യസ് ആനിമൽസിനെ പോലെ ആകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം അത് അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഗർഗമനി പ്രഭു ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പ്രഭുപാദ് വന്നിട്ട് പ്രഭുപാദ് അമേരിക്കയിൽ പോയി പ്രീച്ച് ചെയ്തിട്ട് തിരിച്ചു വന്ന സമയത്ത് ചില ഒപ്പോസിഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രഭുപാദ് എല്ലാ ബുക്സുകളും ഇംഗ്ലീഷിലായിരുന്നു എഴുതിയത്. അപ്പം ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് ഹിന്ദിയാണ് പരിചയം. അപ്പം അവർ പ്രഭുപാദിനോട് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ട് ഹിന്ദി എഴുതിക്കൂടാ, എഴുതാത്ത എന്താ, പ്രഭുപാദ് ഹിന്ദിയിൽ എഴുതാത്ത എന്താ. പ്രഭുപാദ് എല്ലാ ബുക്കും ഇംഗ്ലീഷിലാണ്. ആദ്യത്തെ ഒരു ബംഗാളിയിൽ ഗീതർഗാൻ എന്ന് പറഞ്ഞൊരു ബുക്ക് മാത്രമേ ബംഗാളി എഴുതിയിട്ടുള്ളൂ. അത് ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ്. ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതി. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ എന്നിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. ആൾക്കാരിങ്ങനെ എന്തുകൊണ്ട് ഹിന്ദിയിൽ എഴുതുന്നില്ല എന്നുള്ള കാര്യം ചോദിച്ചു. പിന്നെ പ്രഭുപാദ് അതിന് ആൻസർ പറഞ്ഞത്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവർ സംസാരിക്കുമ്പം ഭാഷയിൽ സംസാരിക്കുമെങ്കിലും അവർ എഴുതുമ്പം എല്ലാ ലേഖനങ്ങളും എഴുതുമ്പോൾ അത് ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നതെന്ന് പറഞ്ഞു. കാരണം അവർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് അവർ എഴുതിയത്. അതേപോലെ ഞാനും എഴുതുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഇന്ത്യക്കാരനെന്നോ അങ്ങനെയൊന്നുള്ള ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷനൊന്നും അദ്ദേഹം എടുക്കുന്നില്ല. ഞാൻ ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ എഴുതണം, അങ്ങനെയൊന്നുമില്ല. അത് ഈശ്വരൻ്റെ ഒരു അംശമാണ് ഞാൻ, ബാക്കി എല്ലാവരും ഈശ്വരൻ്റെ അംശമാണ്. എല്ലാവർക്കും ഈശ്വരനെ കുറിച്ചുള്ള അറിവ് കിട്ടണം എന്ന ആഗ്രഹമാണ് പ്രഭുപാദിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രഭുപാദ് ആ മീഡിയം യൂസ് ചെയ്തത്, ഇംഗ്ലീഷ് എന്ന മീഡിയം യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ലോകത്തിലെല്ലാവർക്കും ഈശ്വരനെ കുറിച്ചുള്ള അറിവ് കിട്ടി എന്നാണ്. അപ്പം അതിൽ നിന്ന് ഗർഗമനി പ്രഭു പറയുന്നത്, ഒരു ഭക്തനൊരിക്കലും ഞാൻ ഇന്ന സ്ഥലത്തെയാണെന്നോ ഇന്ന പൗരനാണെന്നോ ഒന്നും സ്വയം ധരിക്കുന്നില്ല. അത് ഈശ്വരൻ്റെ അംശമാണ്, മറ്റെല്ലാവരും ഈശ്വരൻ്റെ അംശമാണ് എന്നുള്ള ബോധ്യത്തിലാണ് ആ വ്യക്തി എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇതിനകത്ത് ഗർഗമനി പ്രഭു പറഞ്ഞിരുന്നു.